നെക്സ്റ്റ് സെക്ഷൻ ബി നോക്കാം. സെക്ഷൻ ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, അലക്സ് വാസ് ഗിവൺ എ സൊല്യൂഷൻ ഓഫ് an unknown salt y for analysis. He performed the following test and recorded his observations. To a part of the solution y, he added silver nitrate solution and obtained a white precipitate which is soluble in ammonium hydroxide solution. To the remaining solution, he added few drops of sodium hydroxide solution and obtained a pale blue precipitate. Based on the observations made by Alex, identify the anion and cation present in salt Y. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് വൈ എന്ന് പറയുന്ന ഒരു സോൾട്ട് തന്നിട്ടുണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി. ആ സോൾട്ടിലോട്ട് അലക്സ് എന്താ ആഡ് ചെയ്തത്? സിൽവർ നൈട്രേറ്റ് AgNO3 സൊല്യൂഷൻ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സസ് NH4OH എന്താണ് സോലിബിൾ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലിബിൾ ആണ്. ഇവിടെ കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് സോലിബിൾ ആയിട്ടുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? AgCl ആണ്, സിൽവർ ക്ലോറൈഡ് ആണ്. ഓക്കെ, സിൽവർ ക്ലോറൈഡ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സിൽവർ ക്ലോറൈഡ് ആയതുകൊണ്ടാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ സിൽവർ ക്ലോറൈഡ് എടുക്കുമ്പം ഏതാണ്? സിൽവർ ക്ലോറൈഡിലുള്ളത് ക്ലോറൈഡ് ആനയോൺ ആണ്, Cl- ആണുള്ളത്. ഈ Cl- എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? വൈ എന്ന് പറയുന്ന സോൾട്ടിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആനയോൺ ഏതായിരിക്കും? വൈ എന്ന് പറയുന്ന സോൾട്ടിലെ ആനയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺ. ഓക്കെ, Cl- അയോൺ ആയിരിക്കും ഉള്ളെന്ന് ആനയോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? റിമൈനിങ് വൈ സൊല്യൂഷൻ എടുത്തു, അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്തു? NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ NaOH. ഓക്കെ, NaOH ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത സമയത്ത് എന്ത് കിട്ടി? ഒരു പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടി എന്നാണ് അല്ലേ. പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക? പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ്. സോ NaOH റിയാക്ട് ചെയ്യുമ്പം പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത് എന്തിൻ്റെ ഫോർമേഷൻ കൊണ്ടാണ്? കോപ്പർ ഹൈഡ്രോക്സൈഡ്, കുപ്രിക് ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമേഷൻ കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത്. സോ ഈ കോപ്പർ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ NaOHനകത്ത് ഇല്ല അല്ലേ. സോ വൈ എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള കാറ്റയോൺ ഏതായിരിക്കും? Cu2+ ആയിരിക്കും ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള കാറ്റയോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വൈ എന്ന് പറഞ്ഞ് കിട്ടിയ സോൾട്ട് ഏതാണ്? കോപ്പർ ക്ലോറൈഡ്, CuCl2 ആയിരിക്കും സോൾട്ട്. ആനയോണായിട്ട് കിട്ടിയത് ക്ലോറൈഡും, കാറ്റയോൺ ഏതാണ്? Cu2+ഉം. Cl- ആനയോണും Cu2+, Cl- ആനയോൺ, Cu2+ കാറ്റയോണാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, study the reaction given below and answer the questions that follow. NaNO3 plus H2SO4 gives NaHSO4 plus HNO3. Below temperature conditions തന്നിട്ടുണ്ട്, below 200 degrees Celsius. അപ്പം ഇതെന്ന് പറയുന്നത് എന്തിനുള്ള റിയാക്ഷൻ ആണ്? ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് HNO3യുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് വൺ റീസൺ ഫോർ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ ബിലോ 200 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിൽ ബിലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ റിയാക്ഷനിൽ ഈ NaNO3 പ്ലസ് H2SO4 ഈ റിയാക്ഷൻ നമ്മൾ എബവ് 200 ഡിഗ്രി സെൽഷ്യസ് ചെയ്താൽ എന്ത് പറ്റും? ഈ റിയാക്ഷനിൽ ഈ പ്രോഡക്റ്റ് മാറി വരും. ഈ NaHSO4 എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പകരം എബവ് 200 ഡിഗ്രി സെൽഷ്യസ് ചെയ്താൽ എന്ത് കിട്ടും? Na2SO4. ഓക്കെ, സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ടായിരിക്കും കിട്ടുന്നത്, പ്ലസ് HNO3 കിട്ടും. അപ്പോൾ ഈ സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാർഡായിട്ടുള്ള ഒരു ക്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൽ, ഗ്ലാസ് അപ്പാരറ്റസിലൊക്കെ ഇത് അറ്റാച്ച് ചെയ്തിരുന്ന എന്തായിരിക്കും? റിമൂവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ Na2SO4നെ റിമൂവ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ എബവ് 200 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോം ചെയ്യുന്ന HNO3 എന്ത് ചെയ്യും? അത് ഡീകമ്പോസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ബിലോ 200 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വൈ ഈസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ്ഡ് ഇൻ എബവ് റിയാക്ഷൻ. ഇവിടെ കോൺസെൻട്രേറ്റഡ്
H2SO4 സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ് കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ ആസിഡ് ആണ്. ഓക്കെ, നോൺ വോളറ്റൈൽ ആസിഡ് ആണ്, ഈസിലി വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആസിഡ് അല്ല, നോൺ വോളറ്റൈൽ ആണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. സോ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. ഇപ്പോൾ HNO3 HCl എന്നൊക്കെ പറയുന്നത് എന്താണ് വോളറ്റൈൽ ആസിഡ് ആണ്, ഈസിലി ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആസിഡ്സ് ആണ് HCl ഒക്കെ. സോ അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ HCl യൂസ് ചെയ്യാതെ ഇൻസ്റ്റഡ് H2SO4 തന്നെ യൂസ് ചെയ്യാനുള്ള റീസൺ ഇത് നോൺ വോളറ്റൈൽ ആസിഡ് നേച്ചർ കൊണ്ടാണ് H2SO4 യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Element A belongs to group 15 and period 2 of the periodic table. Identify the element A. ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് നമ്പർ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പീരീഡ് നമ്പർ 2. പീരീഡ് നമ്പർ 2 മീൻസ് എന്താണ്? പീരീഡ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽസ് അല്ലേ. അപ്പം 2 ആണ് ഇവിടെ പീരീഡ്. അപ്പം എത്ര ഷെൽസ് ഉണ്ട്? 2 ഷെൽസ് ആണുള്ളത്. ഗ്രൂപ്പ് നമ്പർ 15 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. 15th ഗ്രൂപ്പിൽപ്പെട്ട എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക? 5 ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും 2. അപ്പം 2-5 കോൺഫിഗറേഷൻ ഉള്ള ആൾ. 2-5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 + 5 7. അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ 7. അറ്റോമിക് നമ്പർ 7 ആരുടെയാണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഇവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആയിരിക്കും. ഓക്കെ, ഇനി റൈറ്റ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദ എലമെൻറ്റ് എ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ. എലമെൻറ്റ് എ ഏതാ? നൈട്രജൻ. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? അമോണിയ ആയിരിക്കും. NH3 ആയിരിക്കും കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡ്രോ ദ ഡോട്ട് ക്രോസ് ഡയഗ്രാം ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇൻ ദ എബോവ് സ്റ്റെപ്പ്. സോ ഏത് അമോണിയയുടെ ഡോട്ട് ക്രോസ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓക്കെ, ഫസ്റ്റ് അമോണിയ നൈട്രജൻ അല്ലേ. നൈട്രജനകത്ത് എത്ര എത്ര ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്? 5 ഇലക്ട്രോൺസ്. സോ അത് ക്രോസ് ചെയ്ത് വരയ്ക്കാം. നെക്സ്റ്റ്, ഹൈഡ്രജനകത്ത് ഒരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ വീതമാണുള്ളതല്ലേ, ഇത് ഡോട്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഡോട്ട്. ഇനി എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണ് നൈട്രജൻ്റെ ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കും. ഓക്കെ, 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? നൈട്രജൻ 3 ഹൈഡ്രജൻസുമായിട്ട് ഷെയർ ചെയ്തു. ഇനി ഹൈഡ്രജനിൽ എന്ത് ബാക്കിയുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. ബാക്കി 3 ഹൈഡ്രജനകത്തുള്ള ഇലക്ട്രോൺസിനെയും കൂടെ ഷെയർ ചെയ്ത് നിന്നിട്ട് 3 ബോണ്ട് പെയർ ഫോം ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്? അമോണിയയുടെ NH3യുടെ ഡോട്ട് ക്രോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ആൻഡ് ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഫസ്റ്റ്, C2H4Br2 + 2KOH ആൽക്കഹോളിക് KOH ആയിട്ട് ഈ C2H4Br2 റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ Br2, ഓക്കെ, ഈ കെയും ഈ BRും കൂടി ചേർന്നിട്ട് KBr പുറത്തു പോകും. എത്ര KBr? 2 KBr പുറത്തു പോകും. ഓക്കെ, പ്ലസ് ഈ OHും ഇവിടെ നിന്നുള്ള Hും ഹൈഡ്രജനിൽ നിന്നുള്ള ഒരു Hും കൂടി ചേർന്നിട്ട് C2H4Br2 ഒരു Hും ഈ OHും ചേർന്നിട്ട് ഒരു മോളിക്യൂൾ വാട്ടർ. നെക്സ്റ്റ് OHും അടുത്ത ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് നെക്സ്റ്റ് ഒരു മോളിക്യൂൾ വാട്ടർ. അപ്പോൾ 2 മോളിക്യൂൾ വാട്ടറും പ്രൊഡ്യൂസ് ആവും. ദെൻ ബാക്കി എന്തുണ്ട്? C2H2 ഈഥൈനും ഫോം ചെയ്യും. എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ഈഥൈനും 2 മോളിക്യൂൾസ് വാട്ടറും 2 മോളിക്യൂൾ KBrഉം പ്രൊഡ്യൂസ് ആവും. ഓക്കെ, നെക്സ്റ്റ്, എക്സസ് അമോണിയയും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷനാണ്. ക്ലോറിൻ എക്സസ് അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? NH4 ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 6NH4Cl + N2. നൈട്രജനും NH4Cl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8NH3 + 3Cl2 gives 6NH4Cl + N2. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് C12H22O11.
കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. കോൺസെൻട്രേറ്റഡ് H2SO4 ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ വാട്ടറിനെ റിമൂവ് ചെയ്യും. ഇതൊക്കെ കിട്ടും 12 കാർബൺ പ്ലസ് 11 H2O ആയിരിക്കും ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, differentiate between the following pairs used on the based on the criteria given in the bracket. First, acetic acid and sulfuric acid. Okay, number of replaceable hydrogen per molecule എന്ന് പറയുന്ന number of replaceable hydrogen ion വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണ്. അപ്പം അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിറ്റിക് ആസിഡ് CH3COOH. ഓക്കെ, ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും? CH3COO മൈനസ് പ്ലസ് H പ്ലസ്. ഇതിനകത്ത് എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്? ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺ ആണുള്ളത് അല്ലേ. ഇനി H2SO4 എടുത്തേ. H2SO4 എങ്ങനെയായിരിക്കും? H പ്ലസ് 2H പ്ലസ് പ്ലസ് SO4 2- ആയിട്ടായിരിക്കും അനൈസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എത്ര ഉണ്ട്? 2 H പ്ലസ് അയോൺസ്. അസിറ്റിക് ആസിഡിൽ ഒരു H പ്ലസ് അയോൺ. അപ്പം അസിറ്റിക് ആസിഡ് ഈസ് ഹാവിങ് ഓൺലി 1 റീപ്ലേസബിൾ H പ്ലസ് അയോൺ, ഹൈഡ്രജൻ അയോൺ. സൾഫ്യൂരിക് ആസിഡ് ഹാവിങ് 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺസ്. സൾഫ്യൂരിക് ആസിഡിൽ 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്. അസിറ്റിക് ആസിഡിൽ 1 റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോൺ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇലക്ട്രോലൈറ്റ് ആൻഡ് മെറ്റാലിക് കണ്ടക്ടർ. ഇവർ പാർട്ടിക്കിൾസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ ബേസിസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റാലിക് കണ്ടക്ടറിനകത്ത് ആരായിരിക്കും ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്യുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്സിലാണെങ്കിലോ ഫ്രീ അയോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈക്വൽ വോളിയം ഓഫ് അമോണിയ ഗ്യാസസ് ആൻഡ് ക്ലോറിൻ ഗ്യാസ് ആർ കെപ്റ്റ് ഇൻ 2 different containers under same conditions of temperature and pressure. Okay, find the number of molecules contained in chlorine gas when the ammonia gas is 34 gram. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ വോളിയം ഓഫ് അമോണിയ ഗ്യാസ് ആൻഡ് ക്ലോറിൻ ഗ്യാസ് ആർ കെപ്റ്റ് ഇൻ 2 different containers എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസിൽ. നമ്മൾ ഇവിടെ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? അവോഗാഡ്രോ ലായായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അവോഗാഡ്രോ ലാ എന്താ പറയുന്നത്? ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത് അല്ലേ. സോ എന്താ പറയുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോറിൻ ഗ്യാസ് വെൻ മാസ് ഓഫ് അമോണിയ ഈസ് 34 gram. അമോണിയയുടെ മാസ് വന്നിട്ടുണ്ട് 34 gram അമോണിയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 34 ആണ്. ഇനി അമോണിയയുടെ മോളാർ മാസ് ഇങ്ങനെ കണ്ടുപിടിക്കും? NH3 അമോണിയ. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. ഇപ്പോൾ 3 ഇൻറ്റു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1. 3 × 1 14 + 3 17 ആയിരിക്കും അല്ലേ. സോ 17 ആണ് എന്തെന്ന് പറയുന്നത്? മോളാർ മാസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത്. സോ 34/17 എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. അപ്പം എത്ര ഈ പറയുന്ന അമോണിയ അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്ന എത്ര മോൾസ് ഉണ്ട്? 2 മോൾ അമോണിയ ഉള്ളത് അല്ലേ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ക്ലോറിനും എത്രയായിരിക്കും ഉണ്ടാവുക? 2 മോൾ ക്ലോറിൻ ആയിരിക്കും ഇവിടെയും പ്രസൻ്റ് ആയിട്ടുള്ള. ഓക്കെ, ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ദ കണ്ടെയ്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് മോളാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവോഗാഡ്രോ ലോ അനുസരിച്ചിട്ട് അപ്പം ഒരു 1 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? 1 മോളിനകത്ത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ. 1 mole ഓഫ് എനി സബ്സ്റ്റൻസ്, 1 mole ഓഫ് എനി മോളിക്യൂൾ കണ്ടെയ്ൻ 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. 1 mole ഓഫ് എനി ഏതൊരു സബ്സ്റ്റൻസിലെ 1 മോളിലുള്ളത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. സോ ഇവിടെ എത്ര മോൾസാണ് ഉള്ളത്? 2 മോൾസ്. അപ്പോൾ 2 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും?
2 into 6.022 into 10 raised to 23. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 6.022 into 10 raised to 23 എന്ന് പറയുന്നത് 12.04 into 10 raised to 23. എങ്ങനെ എഴുതാം? 1.204 into 10 raised to 24 molecules. ഇത്രയായിരിക്കും 2 മോൾസിൽ ഉണ്ടാവുക. അപ്പം ക്ലോറിൻ മോളിക്യൂൾസ് ഈ ഗിവൺ വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് ക്ലോറിൻ? 1.204 into 10 raised to 24 മോളിക്യൂൾസ് ക്ലോറിൻ ആയിരിക്കും ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, element P, Q and R are in the same period of the modern periodic table. P readily loses its one valence electron to form a stable ion. Q shares its electron in the bonding but does not form ions easily. R has high electronegativity. Answer the following questions based on the above information. Which element would be the most difficult to remove electron among P, Q and R? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പി, ക്യു ആൻഡ് ആറിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഏതിനായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്? ഏതിനായിരിക്കും? ആറിനായിരിക്കും. റീസൺ എന്താണ്? ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഇലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആറാണല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിനുള്ള ചാർജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കുമ്പം ഇലക്ട്രോൺസിനെ അതിനടുത്തോട്ട് പുള്ള് ചെയ്ത് വെക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? ഇലക്ട്രോൺ കൂടുതലായിരിക്കും. സോ ഒരു ഒരു കൊവാലൻറ്റ് ബോണ്ട് എടുക്കുമ്പോൾ കൊവാലൻറ്റ് ബോണ്ടിൽ 2 ആറ്റംസ് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തേക്കായിരിക്കും അല്ലേ, ഷെയർഡ്. അപ്പം അതിലെ ഷെയർഡ് പെയർ ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തോട്ട് പുള്ള് ചെയ്തേക്കുന്ന ആറ്റം ആരാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. റിലീസ് ചെയ്യാൻ എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഏറ്റവും ഡിഫിക്കൽട്ട് ആരിൽ നിന്നായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ആറിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട്. Which element is expected to have the smallest atomic radius among P, Q and R? അപ്പം പി, ക്യു ആൻഡ് ആറിൽ ഏറ്റവും സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയസ് ആർക്കായിരിക്കും? ഇപ്പം സെയിം പീരീഡിലുള്ളതായിരിക്കും അല്ലേ. സെയിം പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. എന്ത് മാത്രമേ മാറൂ? ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും ന്യൂക്ലിയർ ചാർജും. ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതൽ ആറിനായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ത് ചെയ്യും? ന്യൂക്ലിയസിനോട് കൂടുതൽ ക്ലോസർ ആയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ സൈസ് എന്തായിരിക്കും? ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ആറിനായിരിക്കും. ഏറ്റവും ന്യൂക്ലിയർ ചാർജ് ഉള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവർക്കായിരിക്കും എന്തെന്ന് പറയുന്നത്? അറ്റോമിക് സൈസ് കുറവെന്ന് പറയുന്നത്. സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആറായിരിക്കും. Arrange P, Q and R in the decreasing order of ionization potential. അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ. അപ്പം അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം. അതാണ് എന്തെന്ന് പറയുന്നത്? അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആറിൻ്റെ കേസിലാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞത് അല്ലേ. ആറിനായിരിക്കും എന്ത് വേണ്ടത്? ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി, അതായത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കേണ്ട ആർക്കായിരിക്കും? ആറിനായിരിക്കും. സോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ആറിനായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു അയോൺസ് ഫോം ചെയ്യില്ല, ബട്ട് കൊവാലൻറ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു അല്ലേ. കൊവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നവരായിരിക്കും നെക്സ്റ്റ് അയണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടത്. സോ ക്യൂ ആയിരിക്കും അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടത്. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? പി ആണ്. പി നമ്മളിവിടെ ഓൾറെഡി പറയുന്നുണ്ട് റെഡ്ലി ലൂസസ്, ഈസിലി ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. സോ പിക്കായിരിക്കും ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി വേണം. സോ ആർ ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ പി. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, using suitable chemicals from the box, write balanced chemical equation for the preparation of the following salts. Note, the chemicals may be used more than once if needed. Okay, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ലെഡ് കാർബണേറ്റ്. ലെഡ് കാർബണേറ്റിന് ഇതിന് ഏതൊക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം?
അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നും എഴുതണം. ഓക്കെ, അപ്പോൾ ലെഡ് കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ലെഡ് നൈട്രേറ്റ്. ഓക്കെ, ലെഡ് നൈട്രേറ്റിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം? സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പം ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PbNO3 twice. ഓക്കെ, സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ Na2CO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഡ് കാർബണേറ്റ് അല്ലേ, PbCO3യും പ്ലസ് 2NaNO3യും കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ടൈപ്പ് റിയാക്ഷനാണ്? ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. ഓക്കെ, ലെഡ് കാർബണേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോപ്പർ 2 ക്ലോറൈഡ്. കോപ്പർ ക്ലോറൈഡിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഇവിടെ കോപ്പർ തന്നിട്ടുണ്ട്, അത് കണക്ക് കോപ്പർ കാർബണേറ്റും ഉണ്ട് അല്ലേ. നമുക്ക് കോപ്പർ മെറ്റലിന് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, റിയാക്ഷൻ നടക്കത്തില്ല. എന്താണ്? കോപ്പർ മെറ്റൽ എന്ന് പറയുന്നത് ബിലോ ഹൈഡ്രജൻ ആണ് റിയാക്ടിവിറ്റി സീരീസിൽ. അപ്പോൾ നമുക്ക് ആരെ യൂസ് ചെയ്യാം? കോപ്പർ കാർബണേറ്റിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കാം. കോപ്പർ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CuCO3, അതിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ ക്ലോറൈഡ് CuCl2 പ്ലസ് എന്ത് കിട്ടും? കോപ്പർ ക്ലോറൈഡും അതേ കണക്ക് കാർബൺ. ഓക്കെ, കാർബണേറ്റുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്ത് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇത്രയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിനെന്താണ്? ഇതിൻ്റെ ഫ്രണ്ടിൽ 2 കൊടുക്കുക. 2 കൊടുക്കുമ്പം ഇക്വേഷൻ ബാലൻസ് ആവും. CuCO3 പ്ലസ് 2HCl gives CuCl2 പ്ലസ് CO2 പ്ലസ് H2O. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അയൺ 2 ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തെടുക്കാൻ പറ്റും? വേണം അയൺ എടുക്കാം അല്ലേ. അയണിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അയൺ 2 ക്ലോറൈഡ് കിട്ടും. ഓക്കെ, നമ്മൾ അയൺ എടുത്തു. അയൺ മെറ്റൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? FeCl2 അല്ലേ, FeCl2 പ്ലസ് H2 ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സോൾട്ടും ഹൈഡ്രജനും ആണ് കിട്ടുന്നത്. ഓക്കെ, ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്താൽ മതി. Fe പ്ലസ് 2HCl gives FeCl2 പ്ലസ് H2. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An unsaturated hydrocarbon having 2 carbon atoms was made to react with 2 moles of hydrogen gas in presence of a catalyst to give saturated hydrocarbon. Use the above information and answer the following question. The type of reaction that occurred is. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അഡിഷൻ ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? അപ്പം ഇവിടെ എന്താണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് അല്ലേ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യും. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് തരുന്നത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? അഡിഷൻ റിയാക്ഷൻ ആയിരിക്കും അല്ലേ. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് എന്ത് റിയാക്ഷൻ തരുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരുന്നത്. സോ എയുടെ ആൻസർ എന്തായിരിക്കും? അഡിഷൻ ആയിരിക്കും. ദെൻ നെയിം എ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പം ഇവിടെ അഡിഷൻ റിയാക്ഷനിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ഗ്യാസിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനകത്തോട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഏതെങ്കിലും ഒരു ഗ്യാസ് എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം? അല്ലെങ്കിൽ പ്ലാറ്റിനം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പലേഡിയം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നിക്കൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം. മറ്റേ നിക്കലിന് യൂസ് ചെയ്യുമ്പം ടെമ്പറേച്ചർ ഉണ്ട് 200 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് മൂന്നുമാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ്റെ അഡിഷൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനകത്തോട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ എബവ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ മേളിൽ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഹാവിങ് 2 കാർബൺ ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 കാർബൺ ആറ്റം ഉള്ള അൺസാച്ചുറേറ്റഡ്, അപ്പോൾ
2. ഓക്കെ, അൺസാച്ചുറേറ്റഡ് 2 കാർബൺ ആറ്റംസ് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അത് 2 ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അല്ലേ. അല്ലെങ്കിൽ C2H2 അല്ലെങ്കിൽ എന്താവാം C2H4 അല്ലെങ്കിൽ ഈ തൈനാവാം അല്ലെങ്കിൽ ഈ തീനാവാം അല്ലേ. ഇവരിൽ ആരായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 2 മോളിക്യൂൾ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 2 മോൾസ് ഹൈഡ്രജൻ ഗ്യാസ് 2 മോൾസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ടു ഗീവ്. എന്നിട്ട് പ്രോഡക്റ്റ് എന്താ കിട്ടിയത്? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ C2H4 എടുത്തു. ഓക്കെ, C2H4 ഒരു ആൽക്കെയിനെ തരണമെങ്കിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ മതി അല്ലേ. ഒരു ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? C2H6 കിട്ടും. ഇവിടെ 2 മോൾ ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആരെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? C2H2 ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. C2H2 + 2H2 gives C2H6. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് C2H2 + 2H2 gives C2H6 ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. During the manufacture of sulfuric acid, a chemist collected a gas formed after catalytic oxidation of sulfur dioxide. Name the gas collected. അപ്പം സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോസസ്സ് എന്താണ്? കോണ്ടാക്ട് പ്രോസസ്സ്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ സൾഫർ ഡയോക്സൈഡ് SO2നെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ, കാറ്റലിസ്റ്റ് ഏതായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുമ്പം എന്തായിരിക്കും കിട്ടുന്നത്? SO3 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, SO3 എന്താണ്? ഏത് ഗ്യാസ് അപ്പോൾ അവിടെ കളക്ട് ചെയ്യുന്നത്? SO3 സൾഫർ ട്രൈഓക്സൈഡ്. സൾഫർ ട്രൈഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ആസിഡ് ഈസ് ഫോംഡ് വെൻ ദ ഗ്യാസ് കളക്റ്റഡ് ബൈ ദ കെമിസ്റ്റ് ഈസ് ഡിസോൾവ് ഡയറക്ട്ലി ഇൻ വാട്ടർ. അപ്പം ഈ SO3യെ ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ ഏത് ഗ്യാസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക? H2SO4 ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. ഗ്യാസ് ഒബ്റ്റെയിൻഡ് ദ ആസിഡ് ഫോംഡ് ഈസ് H2SO4. H2SO4 ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. വൈ ഷുഡ് വി നോട്ട് ഡിസോൾവ് ദിസ് ഗ്യാസ് ഡയറക്ട്ലി ഇൻ വാട്ടർ? അപ്പം എന്തുകൊണ്ടാണ് SO3യെ വാട്ടറിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കാത്തത്? ഇങ്ങനെ SO3യും വാട്ടറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടത്തില്ല? H2SO4നെ നമുക്ക് കറക്റ്റ് ലിക്വിഡ് ഫോമിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യത്തില്ല. പകരം എന്തായിരിക്കും? ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്, ഒരു ഫോഗ് പോലെ ഒരു ഡ്രോപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും വേപ്പർ ഫോമിൽ ആയിരിക്കും എന്ത് കിട്ടുന്നത്? H2SO4നെ ഒരു മിസ്റ്റി ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റി ഫോമിലായിരിക്കും എന്ത് കിട്ടുന്നത്? H2SO4നെ കിട്ടുന്നത്. ഇതിനെ എന്ത് പറ്റത്തില്ല? നമുക്ക് ഈസി ആയിട്ട് കണ്ടൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിരിക്കും കണ്ടൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ കിട്ടിയ SO3നെ നമ്മൾ ഫസ്റ്റ് H2SO4ൽ തന്നെ അബ്സോർബ് ചെയ്യിപ്പിക്കും. ഓക്കെ, H2SO4ൽ അബ്സോർബ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? H2S2O7 ഈ ഒലിയം കിട്ടും. ഓക്കെ, ദെൻ ഈ ഒലിയം H2S2O7 ഒലിയത്തിനെ വാട്ടറിൽ യൂസ് ചെയ്ത് ഡയല്യൂട്ട് ചെയ്യിപ്പിച്ചാണ് നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? H2SO4 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? SO3യെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് H2SO4 ഫോം ചെയ്യത്തില്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ബിറ്റ്വീൻ SO3 ആൻഡ് H2O, വാട്ടറും SO3യും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത് നമുക്ക് ലിക്വിഡ് ഫോമിൽ കിട്ടത്തില്ല H2SO4ന്. പകരം അതൊരു വേപ്പർ ഫോമിൽ, അതൊരു മിസ്റ്റിൻ്റെ ഒരു ഫോഗി ഫോമിലായിരിക്കും H2SO4 കിട്ടുന്നത്. അതിനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആക്കി മാറ്റുന്നത് എന്താണ്? ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് SO3 എന്ത് ചെയ്യും? H2SO4 തന്നെ അബ്സോർബ് ചെയ്യിച്ചിട്ട് ഒലിയമാക്കി മാറ്റും. ഒലിയം എന്ന് പറഞ്ഞാൽ H2S2O7. ഈ ഒലിയത്തെ എന്ത് ചെയ്യും? ദെൻ ഒലിയത്തെ ഡയല്യൂട്ട് ചെയ്യും. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, the diagram given below shows the electroplating of a spoon with silver.
With reference to the diagram, answer the following questions. First, write an equation for the reaction that occurs at cathode. Cathodeൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാഥോഡ് എന്ന് വെച്ചാൽ ഏതാണ്? കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആരെയാണ്? ഈ സ്പൂണിനെയാണല്ലേ, സ്പൂണിനെയാണ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാഥോഡിൽ എന്താ നടക്കുക? അപ്പോൾ ആനോഡിലിരിക്കുന്നത് സിൽവർ ആണ്. സൊല്യൂഷൻ എടുത്തേക്കുന്നത് എന്താണ്? സോഡിയം ആർജൻറ്റോ സൈനൈഡ്. അപ്പം ഇതിനകത്ത് ഏത് കാറ്റയോൺസ് ഉള്ളത്? Ag+ കാറ്റയോൺസ് ഉള്ളത് അല്ലേ. കാറ്റയോൺസ് എന്ത് ചെയ്യും? കാഥോഡിലോട്ട് പോയിട്ട് Ag+ കാഥോഡിൽ പോയിട്ട് 1 ഇലക്ട്രോണിനെ എന്താണ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സിൽവർ Ag ആയിട്ട് കാഥോഡിൽ ഡെപ്പോസിറ്റഡ് ആവും, അതായത് സ്പൂണിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റഡ് ആവും. ഇതാണ് കാഥോഡിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് നോട്ട് പ്രിഫേർഡ് ആസ് എ ഇലക്ട്രോലൈറ്റ് ഇൻ ദ എബവ് പ്രോസസ്. ഗീവ് റീസൺ. അപ്പോൾ നമ്മളിവിടെ ഈ റിയാക്ഷനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യത്തില്ല, പകരം സോഡിയം ആർജൻറ്റോ സൈനൈഡ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യും? ഈസിലി ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, ഈസിലി ഡിസോസിയേറ്റ് ചെയ്ത് Ag+ഉം NO3- മാറും. സോ ഫാസ്റ്റായിട്ട് Ag+ സൊല്യൂഷനിൽ ഫോം ആവും. അപ്പോൾ എന്ത് ചെയ്യും? Ag+ എന്താ ഈസി ആയിട്ട് പോയിട്ട് വേഗം തന്നെ എന്തോത്തിൽ ഡെപ്പോസിറ്റഡ് ആവും? സ്പൂണിൽ ഡെപ്പോസിറ്റഡ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റഡ് ആവുന്ന സമയത്ത് എന്ത് പറ്റത്തില്ല? യൂണിഫോം ആയിട്ടുള്ള ഒരു കോട്ടിങ് നമുക്ക് കിട്ടത്തില്ല. അൺയൂണിഫോം കോട്ടിങ് ആയിരിക്കും സ്പൂണിൻ്റെ മുകളിൽ കിട്ടുന്നത്. പക്ഷേ സോഡിയം ആർജൻറ്റോ സൈനൈഡ് എങ്ങനെയായിരിക്കും? സ്ലോ ഡിസോസിയേഷൻ ആയിരിക്കും. സ്ലോലി, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ സ്ലോലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Ag+ സൊല്യൂഷനിൽ സ്ലോലി ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ എന്തായിരിക്കും? ഈ കോട്ടിങ്ങും എന്തായിരിക്കും? സ്ലോ ആയിട്ടായിരിക്കും Ag+ പോയിട്ട് സിൽവർ പോയിട്ട് സ്പൂണിൻ്റെ അപ്പുറത്ത് സ്ലോലി ഡെപ്പോസിറ്റഡ് ആയിട്ട് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള കോട്ടിങ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, വൈ ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നോട്ട് യൂസ്ഡ് ഇൻ ദ പ്രോസസ്? AC കറണ്ട് യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ എപ്പോഴും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് DC ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. AC യൂസ് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ എന്താണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കാഥോഡും ആനോഡും എക്സ്ചേഞ്ച് ആയിപ്പോവും. അതായത് ആനോഡ് കുറച്ച് കഴിയുമ്പോൾ കാഥോഡായിട്ടും കാഥോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യത്തില്ല? Ag+ Ag ആയിട്ട് പോയിട്ട് കറക്റ്റായിട്ട് ഡെപ്പോസിറ്റഡ് ആവില്ല. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ടുള്ള ഡെപ്പോസിഷൻ എന്തിൽ കിട്ടത്തില്ല? സ്പൂണിൻ്റെ മുകളിൽ കിട്ടത്തില്ല. സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് കറണ്ടിനെ കണ്ടിന്യൂസ് കുറച്ച് ലോങ് ടൈമിൽ ഡയറക്റ്റ് കറണ്ടിനെ കൊടുത്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, AC എന്ത് ചെയ്യും? AC റിവേഴ്സസ് ഡയറക്ഷൻ പീരിയോഡിക്കലി. ഓക്കെ, ഒരു ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും AC എന്തോ ചെയ്യും? സ്പൂണിന്, ഇപ്പോൾ സ്പൂൺ നമ്മൾ കാഥോഡായിട്ടാണ് വെക്കേണ്ടത് അല്ലേ, അതിനെ സ്പൂണിനെ ആനോഡാക്കും. എന്നിട്ട് എന്താണ് ഡെപ്പോസിഷൻ കറക്റ്റായിട്ട് നടക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? AC യൂസ് ചെയ്യാതെ DC കറണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ അറ്റ് ദ ആനോഡ്? ആനോഡിലുള്ള ഒബ്സർവേഷൻ എന്തായിരിക്കും? ആനോഡിൽ സിൽവർ അയോൺസ് ആണുള്ളത് അല്ലേ. ഈ സിൽവർ ആണ് ആനോഡ്. സിൽവർ എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ടുള്ള മെറ്റൽ ആണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആനോഡ് തന്നെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആനിയോൺസ് ഒന്നും ആനോഡിൽ പോയി ഡെപ്പോസിറ്റഡ് ആവില്ല, പകരം ആനോഡ് എന്ത് ചെയ്യും? സിൽവർ ഒരു ഇലക്ട്രോണെ ലീവ് ചെയ്ത് Ag+ ആയിട്ട് എന്ത് ചെയ്യും? സൊല്യൂഷനിലോട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ആനോഡ് എന്ത് ചെയ്യും? ആനോഡിലുള്ള സിൽവർ പോവുക ചെയ്യുന്നു അല്ലേ. അപ്പം ആനോഡിൻ്റെ മാസ് ഡിമിനിഷ് ചെയ്യും. ഇപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ആനോഡ് ഗെറ്റ് ഡിമിനിഷ്ഡ്. ഓക്കെ, മാസ് ഓഫ് ആനോഡ് ഗെറ്റ് ഡിമിനിഷ്ഡ്, അതായിരിക്കും ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗീവ് റീസൺസ് വൈ. ഈ താഴെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കും റീസൺ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് കനോട്ട് ഫോം ആൻഡ് ആസിഡ് സോൾട്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിന് HCl ഒരു അസിഡിക് സോൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത്. അപ്പം അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
salt formed by the partial replacement of H plus ions അല്ലേ. പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് എച്ച് പ്ലസ് അയോൺസിൻ്റെ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് നടന്നിട്ട് ഫോം ചെയ്യുന്ന സോൾട്ടുകളാണ് അസിഡിക് സോൾട്ട് എന്ന് പറയുന്നത്. എച്ച് സി എല്ലിൻ്റെ കേസിൽ എന്താണ്? എച്ച് സി എല്ലിൻ്റെ കേസിൽ ഒരു റീപ്ലേസബിൾ എച്ച് പ്ലസ് അയോണേ ഉള്ളൂ അല്ലേ, ഒരു എച്ച് പ്ലസേ ഉള്ളൂ ഇവിടെ. സോ ഒന്നെങ്കിൽ എന്താണ് എച്ച് പ്ലസിൽ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നാൽ വേറെ എന്തെങ്കിലും മെറ്റാലിക് അയോൺസ് വന്നിട്ട് ബേസിലുള്ള മെറ്റാലിക് അയോൺസ് വന്നിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്താൽ എന്ത് പറ്റും? ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് എന്താണ്? എച്ച് സി എല്ലിൻ്റെ കേസിൽ പോസിബിൾ അല്ല. കാരണം എന്താണ്? എച്ച് സി എല്ലിൽ ഒരു റീപ്ലേസബിൾ എച്ച് പ്ലസ് അയോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പം നമ്മളൊരു പീരീഡിൽ അക്രോസ് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് സെയിം ആയിരിക്കും, സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തോട്ട് കൂടുതൽ ക്ലോസ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കും. ഇലക്ട്രോണിനോടുള്ള അഫിനിറ്റി, ഇലക്ട്രോണിനോട് അട്രാക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഒരു കോവാലൻറ്റ് ബോണ്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഈ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റം എന്താണ് കോവാലൻറ്റ് ബോണ്ടിൽ വരുന്ന സമയത്ത്, കോവാലൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ബോണ്ടാണ് കോവാലൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ആ കോവാലൻറ്റ് ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അതിനടുത്തോട്ട് എന്ത് ചെയ്യും? പുള്ളി ചെയ്ത് വെക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ന്യൂക്ലിയർ ചാർജ് കൂടിയ ആളുകൾക്ക്. സോ അക്രോസ് എ പീരീഡ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ തന്നിട്ടുള്ളത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് പറയാനാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ an organic compound having different molecular formula but same structural formula are called isomers. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണല്ലേ. അപ്പം എന്താണ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഓക്കെ, ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ആർ കോൾഡ് ഐസോമേഴ്സ്. Next, a salt is a compound formed by partial or complete replacement of hydrogen ion of an acid by a metal or electropositive ion. ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് Anil is a laboratory assistant in a college. He prepared nitric acid but stored it in a transparent container exposed to sunlight. After a few days, brown fumes were observed in the container and acid turned slightly yellowish in color. What was the error made by Anil while storing the acid? എന്താണ് അനിൽ ചെയ്ത ഇറർ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നർ യൂസ് ചെയ്താണ് എന്തെന്ന് പറയുന്നത് അനിൽ ചെയ്ത ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും HNO3 എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ കീപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആയിട്ട് HNO3 എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് പോകും. സോ നമ്മൾ എപ്പോഴും എന്ത് വേണം? ബ്രൗൺ കളേർഡ് ബോട്ടിൽസ് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? HNO3 കെപ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? HNO3 സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് പോകും. ഓക്കെ, വൈ ആർ ബ്രൗൺ ഫ്യൂംസ് ഫോംഡ് ഇൻ എ കണ്ടെയ്നർ? ബ്രൗൺ ഫ്യൂംസ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNO3 എന്ത് ചെയ്യും? HNO3 ഡീകമ്പോസ് ചെയ്യുമ്പോൾ NO2 ഫോം ചെയ്യും. ഓക്കെ, NO2 വാട്ടറും ഓക്സിജനുമായിട്ടാണ് മാറുന്നത്. സോ എന്ത് പറ്റും? ഈ ഫോം ചെയ്ത NO2 നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ്, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രൗൺ കളേർഡ്, റെഡിഷ് ബ്രൗൺ കളേർഡ് ഗ്യാസ് ആണ് NO2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ NO2 ഫോം ചെയ്യുന്നത് HNO3 ഡീകമ്പോസ് ചെയ്ത് NO2 ഫോം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രൗൺ ഫ്യൂംസ് അവിടെ പ്രൊഡ്യൂസ് ആയത്. ഓക്കെ, ഇനി എന്താണ് യെല്ലോ കളർ വരാനുള്ള കാര്യം? എന്താണ് ഇതിന്? ഈ NO2 എന്ന് പറയുന്നത് HNO3 ഡിസോൾവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആസിഡ് യെല്ലോ കളറായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ദ യെല്ലോയിഷ് ടിഞ്ച് ഇൻ ദ ആസിഡ് ബി റിമൂവ്ഡ്? യെല്ലോയിഷ് ടിഞ്ച് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഈ ആസിഡിനകത്തോട്ട് എയർ ബബിൾ ചെയ്താൽ മതി. എയർ ബബിൾ ചെയ്യുമ്പോഴത്തേക്കും യെല്ലോയിഷ് ടിഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, Zinc plus 4HNO3 gives zinc nitrate plus 2H2O plus
2NO2. 32.5 gram of zinc reacts with concentrated nitric acid as given in the above equation. Okay, first question നോക്കാം. How many moles of zinc was required in the reaction? അപ്പം ഈ റിയാക്ഷനിൽ എത്ര മോൾ സിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? ഗ്രാം ഓഫ് സിങ്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗിവൺ മാസ് എത്രയാണ് ഇവിടെ? 32.5 ഗ്രാം തന്നിട്ടുണ്ട് അല്ലേ. മോളാർ മാസ് എത്രയാണ്? സിങ്കിൻ്റെ മോളാർ മാസ്, അറ്റോമിക് മാസ് ഓഫ് സിങ്ക് തന്നിട്ടുണ്ട് 6.5. അപ്പോൾ 65. സോ 65 ഗ്രാം പെർ മോളാണ് എന്ത്? മോളാർ മാസ് ഓഫ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.5 മോൾ. അതായിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് സിങ്ക്. ഈ റിയാക്ഷനിൽ റിക്വയർഡ് ആയിട്ടുള്ള സിങ്കിൻ്റെ മോള് എന്ന് പറയുന്നത് 0.5 മോൾ സിങ്കാണ് ഈ റിയാക്ഷനിൽ റിക്വയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ മാസ് ഓഫ് നൈട്രിക് ആസിഡ് നീഡഡ് ടു റിയാക്ട് വിത്ത് 32.5 ഗ്രാം ഓഫ് സിങ്ക്. ഓക്കെ, ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള നൈട്രിക് ആസിഡ്, ഈ 32.5 ഗ്രാം സിങ്കിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നൈട്രിക് ആസിഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, സിങ്ക് 4HNO3 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ സിങ്കും ഒരു മോൾ സിങ്കിന് എത്ര മോളാണ്? 4 മോളാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? നൈട്രിക് ആസിഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പകുതിയാണ്, 1ൻ്റെ പകുതി 0.5. ഇപ്പോൾ 0.5ന് എത്രയാണ്? 4ൻ്റെ ഹാഫ് മതി അല്ലേ. 2 മോളായിരിക്കും എവിടെ? നൈട്രിക് ആസിഡ് ഈ റിയാക്ഷനിൽ ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ 2 മോൾ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാസ് ഓഫ് നൈട്രിക് ആസിഡ് എത്രയാണ്? മോളാർ മാസ് ഓഫ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNO3. ഹൈഡ്രജൻ്റെ മാസ് 1, നൈട്രജൻ്റെത് +14 + 3 × 16, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. സോ 63 ഗ്രാം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മോളാർ മാസ് ഓഫ് ഗ്രാം പെർ മോൾ ആയിരിക്കും മോളാർ മാസ് ഓഫ് HNO3 എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 മോളിൽ എത്ര ഉണ്ടായിരിക്കും? 2 മോൾ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 2 × 63 126 ഗ്രാം ആയിരിക്കും എന്ത്? ഇവിടെ നൈട്രിക് ആസിഡ്, നീഡഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വോളിയം ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ലിബറേറ്റഡ് ഇൻ ദ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ലിബറേറ്റഡ് ആയിട്ടുള്ള നൈട്രജൻ ഡയോക്സൈഡിൻ്റെ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 1 മോൾ സിങ്ക് ഉള്ളപ്പോൾ ഒരു സിങ്കിന് എത്ര നൈട്രിക് ആസിഡ് നൈട്രജൻ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് അയക്കുന്നത്? 2 മോൾ അല്ലേ. അപ്പം 1:2 റേഷ്യോയിലാണ് ഇതെന്ന് പറയുന്നത്, നൈട്രിക് ആസിഡും സിങ്കും നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ 0.5 മോൾ സിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 0.5 മോളിനപ്പോൾ എത്രയായിരിക്കും നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്? 1 മോൾ നൈട്രജൻ ഡയോക്സൈഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, നൈട്രിക് ആസിഡ് അല്ല, നൈട്രജൻ ഡയോക്സൈഡ് 1 മോൾ ആയിരിക്കും നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്, ഏതൊരു സബ്സ്റ്റൻസും 1 മോൾ എത്ര വോളിയം ആയിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്? 22.4 ലിറ്റർ ആയിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ 1 മോൾ ആണ് എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് ഉള്ളത്. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യും? 22.4 ലിറ്റർ ആയിരിക്കും നൈട്രജൻ ഡയോക്സൈഡ് ഇവിടെ ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് carbon reacts with an acid to form carbon dioxide, water and nitrogen dioxide. Name the acid used in the reaction. Reaction use ചെയ്തിരിക്കുന്ന ആസിഡ് ഏതാണ്? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് HNO3 ആണ് ഈ റിയാക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ 4HNO3 ആയിട്ട് റിയാക്ട് ചെയ്ത് C + 4HNO3 gives
carbon dioxide plus 4NO2 plus 2H2O. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, bauxite is the principal ore used in the commercial extraction of aluminium. The Bayes process is used to refine bauxite into pure alumina, with caustic soda playing a crucial role in the initial stage of the process. Based on this, answer the following questions. A. Explain the reason behind the addition of caustic soda during the Bayes process. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേയേഴ്സ് പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ കോസ്റ്റിക് സോഡ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റിക് സോഡ NaOH എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അല്ലേ? ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബേയേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഓറിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ, കോൺസെൻട്രേഷൻ മീൻസ് എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ, ഓറിൽ നിന്ന് ബോക്സൈറ്റിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്യുവർ ആയിട്ടുള്ള എന്താണ് ഓറ് കിട്ടുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണെന്ത്? NaOH. അപ്പം ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അലുമിനിയം ഓക്സൈഡ്, Al2O3 2H2O, ഇതാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംഫോട്ടറിക് ഓക്സൈഡാണ്. അതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ആയിട്ടും അതിന് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഈ മെയിനായിട്ടും നമ്മൾ അലുമിനിയമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓർ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ആയിരിക്കും. Fe2O3 ആണ് മെയിൻ ഇമ്പ്യൂരിറ്റി ബോക്സൈറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർമലി മെറ്റാലിക് ഓക്സൈഡ്സ് ഒക്കെ എന്താണ്? ബേസിക് നേച്ചറാണുള്ളത്, അല്ലേ? അലുമിനിയം ഓക്സൈഡ് എന്താണ്? ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നതാണ്. സോ അതിന് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. Fe2O3 എന്താണ്? ബേസിക് നേച്ചറാണ്. സോ അതിന് എന്തുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല? NaOH റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അലുമിനിയം ഓക്സൈഡ് എന്ത് ചെയ്യും? NaOH റിയാക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് NaAlO2 സോഡിയം മെറ്റാ അലുമിനേറ്റ്, ഓക്കെ, എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് തരും. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും? Fe2O3 എന്ത് ചെയ്യും? അൺറിയാക്റ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, കാസ്റ്റിക് സോഡയായിട്ട് അൺറിയാക്റ്റഡ് ആയിട്ട് നിൽക്കും. സോ എന്ത് ചെയ്യും? എൻഡ് ഓഫ് ദ റിയാക്ഷനിൽ നമുക്ക് Fe2O3 ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് കളയാൻ പറ്റും. ഓക്കെ, സോ അതാണ് എന്ത്? കോസ്റ്റിക് സോഡയുടെ പർപ്പസ് എന്ന് പറയുന്നത് ബേയേഴ്സ് പ്രോസസ്സിൽ. Write the balanced chemical equation representing the reaction between bauxite and caustic soda. Okay, bauxite എന്ന് പറഞ്ഞാൽ എന്താണ്? Al2O3 2H2O. അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്തൊക്കെ കിട്ടും? 2NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് 2NaAlO2 3H2Oയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗീവ് വൺ റെലവൻറ്റ് ഒബ്സർവേഷൻ ഫോർ ദ ഫോളോയിങ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ഡ്രോപ്പ് വൈസ് ടു കാൽഷ്യം നൈട്രേറ്റ് സൊല്യൂഷൻ. ഇപ്പം കാൽഷ്യം നൈട്രേറ്റ് സൊല്യൂഷനിൽ തൊട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. നെക്സ്റ്റ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു iron-2 സൾഫൈഡ്. ഓക്കെ, iron-2 സൾഫൈഡിലോട്ട് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു റോട്ടൺ എഗ് സ്മെല്ലായിരിക്കും. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് റോട്ടൺ എഗ് സ്മെൽ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഒരു റോട്ടൺ എഗ് സ്മെല്ലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? H2S ആണ്, അല്ലേ? H2S ആണ്. സോ ഓക്കെ, നെക്സ്റ്റ്, ആൻ ആംഫോട്ടറിക് മെറ്റൽ ഈസ് ആഡഡ് ടു ഹോട്ട് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. എന്താണ്? ബബിൾസ് ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായിരിക്കും അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ബബിൾസ് ഓഫ് ഗ്യാസ് വിത്ത് എഫർവെസൻസ്. ബബിൾസ് ഓഫ് ഗ്യാസ് വിത്ത് എഫർവെസൻസ് ഈസ് ഒബ്സർവ്ഡ്. അപ്പം ഏത് ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഒരു ആംഫോട്ടറിക് മെറ്റൽസ് ഏതൊക്കെയാണ്? സിങ്ക്, അലുമിനിയം ഓർ ലെഡ്. ഇവരൊക്കെ നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് ആൽക്കലി NaOH പോലത്തുള്ള ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ Na2ZnO2 സോഡിയം സിങ്കേറ്റും പ്ലസ് ഹൈഡ്രജനും കിട്ടും. ഓക്കെ,
ലെഡ് ആണെങ്കിൽ സോഡിയം പ്ലംബേറ്റ് പ്ലസ് ഹൈഡ്രജൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് ഗ്യാസായി ആംഫോട്ടറിക് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഒബ്സർവേഷൻ എങ്ങനെ ആയിരിക്കും? ബബിൾസ് ഓഫ് ഗ്യാസ് വിത്ത് എഫർവെസൻസ് ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി ദ റിയാക്ഷൻ സ്കീം ഷോൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ റിയാക്റ്റൻസ് എ, ബി ആൻഡ് സി. ഓക്കെ, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എത്തനോള്. എത്തനോൾ ഈഥീനായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, എത്തനോൾ ഈഥീനായിട്ട് മാറുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻ്റ് ഏതാണ്? ഇവിടെ എത്തനോൾ എങ്ങനെ ഈഥീനാവുന്നത്? ഇവിടെ വാട്ടറിനെ റിമൂവ് ചെയ്തിട്ടാണ് എത്തനോൾ ഈഥീനാവുന്നത്. അതായത് ഒരു ഡീഹൈഡ്രേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആരെയായിരിക്കും യൂസ് ചെയ്യുന്നത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ട്? കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ എ എന്തായിരിക്കും? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എത്തനോള് ഈഥൈൽ അസറ്റേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് ബി. അപ്പം ഇതെന്താണ്? എത്തനോൾ ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റർ ആണ് അല്ലേ? ഇത് എസ്റ്ററിഫിക്കേഷൻ ആണ്. എസ്റ്ററിഫിക്കേഷനിൽ നമ്മളിവിടെ ബി ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആയിരിക്കും ബി എന്ന് പറയുന്ന റിയാക്റ്റിൻ്റെ. എത്തനോൾ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എത്തനോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആവുന്ന പ്രോസസ്സ്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആവുക എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നടന്നിരിക്കുന്ന കമ്പഷനാണ്. ഓക്കെ, കമ്പഷന് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ സി എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും സി എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് H2SO4. എത്തനോളിൻ്റെ അകത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 ആക്ട് ചെയ്ത് വാട്ടറിനെ റിമൂവ് ചെയ്ത് ഈഥീൻ ഒരു ആൽക്കീനെ പ്രൊഡ്യൂസ് ചെയ്യും. എത്തനോള് അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എസ്റ്ററിഫിക്കേഷൻ നടന്ന് ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റർ ഫോം ചെയ്യും. ബി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്. സി എന്താണ്? ഓക്സിജൻ ആണ്. കമ്പഷൻ ആണ് അവിടെ നടക്കുന്നത്. എത്തനോളിന് കമ്പഷൻ നടന്നിട്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ആവും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. സോ സി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. നെക്സ്റ്റ് 5.6 liters of gas he said weighs 32 gram at STP. What is the molecular weight and vapor density of Z? Z എന്ന് പറയുന്ന ഏതോ ഒരു ഗ്യാസ് 5.6 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ 5.6 ലിറ്റർ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രാമിൽ വെയിറ്റ് എത്രയാണ്? 32 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇസഡ് എന്ന് പറയുന്ന ഗ്യാസിൻ്റെ മോളിക്കുലാർ വെയ്റ്റും വേപ്പർ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5.6 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഒരു വോളിയം അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വോളിയം യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം യൂസ് ചെയ്യുമ്പം മോളാർ വോളിയം എപ്പോഴും എത്രയാണ്? 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഗിവൺ വോളിയം എത്രയാണ്? 5.6 ലിറ്റർ ആണ്. 5.6 മോളാർ വോളിയം 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.25 മോൾസ് എന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ ഗ്യാസ് ഇസഡ് എത്ര മോൾ എടുത്തിട്ടുണ്ട്? 0.25 മോളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഗ്രാം, അതായത് ഗിവൺ മാസ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇപ്പം നമ്മൾ വോളിയം വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു അല്ലേ? അത് 0.25 മോളാണ്. ഇവിടെ എത്രയാണ് മാസ്? ഗിവൺ മാസ് എന്ന് പറയുന്നത് 32 gram ആണ്. സോ 32 ബൈ മോളാർ വോളിയം, മോളാർ മാസ്. അപ്പോൾ അതിൽ നിന്ന് മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളാർ മാസ് ഈസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 0.25. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 128 gram per മോൾ എന്ന് കിട്ടും. ഓക്കെ, 128 gram per മോൾ. അപ്പം ഈ മോളാർ മാസ് തന്നെയല്ലേ
ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എന്നെല്ലാം പറയുന്നത്? അപ്പം മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് ഗ്യാസ് ഇസഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 128 ആയിരിക്കും മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വേപ്പർ ഡെൻസിറ്റി മോളിക്കുലാർ വെയിറ്റും തമ്മിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോളിക്കുലാർ വെയിറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. ഈ വേപ്പർ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളിക്കുലാർ വെയിറ്റ് ബൈ 2. മോളിക്കുലാർ വെയിറ്റ് ഇപ്പോൾ എത്രയാണ് കിട്ടിയത്? 128 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 64. വേപ്പർ ഡെൻസിറ്റി 64ഉം മോളിക്കുലാർ വെയിറ്റ് 128ഉം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ ഫോളോയിങ്. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ പീരീഡ് 2. പീരീഡ് 2-ലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പീരീഡിൽ എങ്ങനെയാണ് ട്രെൻഡ്? ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ട്രെൻഡ് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റിനെ പീരീഡ് പോകുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് പീരീഡിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്കെ, അപ്പം ഇവരിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നത്. അപ്പോൾ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആരായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും സെക്കൻഡ് പീരീഡിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. ഫ്ലൂറിൻ. ഇനി ഇപ്പുറത്ത് നിയോൺ ഉണ്ട് സെക്കൻഡ് പീരീഡിൽ, പക്ഷേ അതെന്താണ്? നോബിൾ ഗ്യാസ് ആണ്. ലൈക്ക് നോബിൾ ഗ്യാസിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടാവില്ല. ഇനി ദ ലാർജസ്റ്റ് ആറ്റം ഓഫ് പീരീഡ് 3. പീരീഡ് 3-ലെ ലാർജസ്റ്റ് ആറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അറ്റോമിക് സൈസ് വെച്ചിട്ട് എങ്ങനെയാണ് അറ്റോമിക് സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് സൈസ് ഓഫ് ദ ആറ്റം എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം പീരീഡ് 3-ലെ ലാർജസ്റ്റ് മെമ്പർ ആരായിരിക്കും? സോഡിയം ആയിരിക്കും. തേർഡ് പീരീഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, ഇവരായിരിക്കും തേർഡ് പീരീഡിലെ മെമ്പേഴ്സ്. ഇതിൽ ഫസ്റ്റ് മെമ്പർ ആരാണ്? സോഡിയമാണ്. സോ സോഡിയമാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ പീരീഡ് 3, ആറ്റം ഇൻ ദ പീരീഡ് 3. കാര്യം എന്താ? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന ആൾക്കായിരിക്കും എന്ത്? ഏറ്റവും ലാർജ് സൈസ് ഉള്ളത്. സോ സോഡിയം ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഗിവൺ ബിലോ ആർ എ ഫ്യൂ എലമെൻറ്റ്സ്. ലിഥിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫ്ലൂറിൻ. 4 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ വിച്ച് എലമെൻറ്റ് ഹാസ് ദ ലീസ്റ്റ് അറ്റോമിക് സൈസ്. ഏറ്റവും ലീസ്റ്റ് അറ്റോമിക് സൈസ് ആർക്കാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലിഥിയം ആൻഡ് ഫ്ലൂറിൻ. ലിഥിയം, ഫ്ലൂറിൻ ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ? സെക്കൻഡ് പീരീഡിൽ വരുന്ന ആൾക്കാരാണ്. പൊട്ടാസ്യം എന്ന് പറയുമ്പം 4th പീരീഡ് വരുന്ന ആളാണ്. ഞാൻ കാൽഷ്യവും ഇതിൻ്റെ അതായത് പൊട്ടാസ്യത്തിൻ്റെ സെയിം പീരീഡിൽ തന്നെയാണ് കാൽഷ്യവും വരുന്നത്. ഓക്കെ, ഞാൻ ആയിരിക്കും ഇവരൊരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഐഡൻറ്റിഫൈ വിച്ച് എലമെൻറ്റ് ഹാസ് ലീസ്റ്റ് അറ്റോമിക് സൈസ്. ലീസ്റ്റ് അറ്റോമിക് സൈസ് ആരായിരിക്കും? നമ്മളൊരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് പോകുമ്പം ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും ചെറുത്. പിന്നെ ഡൗൺ എ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പൊട്ടാസ്യവും കാൽഷ്യം എന്തായിരിക്കും? വലുതായിരിക്കും. ലിഥിയത്തെക്കാട്ടിലും ചെറിയതായിരിക്കും ആരെന്ന് പറയുന്നത്? ഫ്ലൂറിൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും ചെറിയ സൈസ് ആർക്കാണ്? ഫ്ലൂറിനാണ് ലീസ്റ്റ് അറ്റോമിക് സൈസ് ഉള്ളത്. ഹാസ് 2 വാലൻസ് ഇലക്ട്രോൺ. 2 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് ആർക്കാണ്? കാൽഷ്യത്തിനാണ് 2 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. സെക്കൻഡ് പീരീഡിലാണ് കാൽഷ്യം വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിലാണ് കാൽഷ്യം വരുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അവർ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസിനെയാണ് ലീവ് ചെയ്യുന്നത്. സോ അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണ് കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. സോ കാൽഷ്യം ആയിരിക്കും 2 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആൾ. സോ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്, ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റിനെ പീരീഡ് പോകുന്ന സമയത്ത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ആറ്റത്തിനെ വിട്ടു കൊടുക്കാനുള്ള ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എന്താണ്?
ആറ്റത്തിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. അതായത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ത് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെ നോക്കുമ്പോൾ ആരായിരിക്കും ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത്? പൊട്ടാസ്യം ആയിരിക്കും ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. Okay, next. Kl and M are beakers containing 3 different solutions. Okay, first beaker എന്താണ്? aqueous acetic acid ആണുള്ളത്. സെക്കൻഡ് sodium chloride solution. Distilled water. Name the beaker which contains ions only. അയോൺസ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ബീക്കർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം അയോൺസ് ഒള്ളി ആയിരിക്കണമെങ്കിൽ അവരെന്തായിരിക്കണം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കണം അല്ലേ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും എന്തെന്ന് പറയുന്നത് അയോൺസ് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഈ മൂന്നിൽ ആരായിരിക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്? NaCl ആണ്, സോഡിയം ക്ലോറൈഡ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? എല്ലായിരിക്കും. ബീക്കർ കണ്ടെയ്നിങ് അയോൺസ് ഒള്ളി എന്ന് പറയുന്നത്. കണ്ടെയ്ൻസ് ഒള്ളി മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്നവരാരായിരിക്കും? നോൺ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, നോൺ ഇലക്ട്രോലൈറ്റ്. ഡിസ്റ്റിൽഡ് വാട്ടർ, കംപ്ലീറ്റ്ലി പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. സോ എന്ത് ചെയ്യും? മോളിക്യൂൾസ് മാത്രമേ അതിൽ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. അപ്പം കണ്ടെയ്ൻസ് ഒള്ളി മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ M ആയിരിക്കും. pH ലെസ് ദാൻ 7 pH ഉള്ളവരാരായിരിക്കും? ആസിഡ്സ് ആയിരിക്കും അല്ലേ? അക്വസ് അസറ്റിക് ആസിഡ് ഒരു ആസിഡാണ്. സോ ലെസ് ദാൻ 7 pH ഉള്ളത് K ആയിരിക്കും. ഓക്കെ, താങ്ക് യു.